ആദ്യ പ്രണാമം ആചാര്യന്മാർക്കോ സൂര്യപ്രണാമം. ഹൃദയതാളാഞ്ജലി പ്രണവനാദാംബികെ സകല വേദാംബികെ. എന്നെ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചെയ്തില്ല. അനുരാഗം വീട്ടും നീ സ്വപ്നം കാണും ആകാശം ഒന്നി ശ്രുതി താഴ്ത്തും പാടുക പോകുകയെ എന്നോ മരുറക്കമായി ഉണർത്തരുതേ, എന്നോ മരുറക്കമായി ഉണർത്തരുതേ. ജനക്കല്ലുകൾ മിടുക്കിയെടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാതൊരു മണ്ണിൻ നാളം മാറ്റിക്കും പറയട്ടെ, എല്ലാവരും വളരെ മനോഹരമായി പാടി. നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ അപ്പുറം എല്ലാവരും നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇത് നമുക്ക് പാടി തെളിയാനുള്ള കൊച്ചു കൊച്ചു അവസരങ്ങൾ കൂടി ആണ്. ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ കഴിവുകളുണ്ട്, അത് ആത്മവിശ്വാസത്തോടു കൂടി പ്രകടിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്നത് പലവിധങ്ങളായുള്ള തടസ്സങ്ങളെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വരും. ചിലപ്പോൾ ഈ പാട്ടുകാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ശബ്ദമാണ്. ചിലപ്പോൾ ശബ്ദം നീരിളക്കം ഉണ്ടാവും, അല്ലെങ്കിൽ ശബ്ദം അടഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടാവും. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം ക്ലിയറായിട്ട് കിട്ടുന്ന വളരെ അപൂർവമായിട്ട് പലർക്കും കിട്ടാറുള്ളൂ. അപ്പോൾ പാടാനായിട്ട് നമ്മൾ സ്വയം വിലയിരുത്തണം. ഞാൻ പാടുമ്പോൾ മറ്റുള്ളവരെ വിലയിരുത്തുന്നതിനേക്കാൾ ഉപരി എനിക്ക് എന്നെ മനസ്സിലാക്കാനുള്ള അവസരങ്ങളാണ് ഇത്. നമ്മൾ പരമാവധി ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വേദികൾ അത് പ്രയോജനപ്പെടുത്തുക. ഇങ്ങനെ പാടിയാണ് നമ്മൾ തെളിഞ്ഞ് വലിയ വലിയ പാട്ടിലേക്ക് പോകുന്നത്. പാട്ടിൻ്റെ കാര്യം ഇപ്പോൾ പ്രസംഗമായാലും പാട്ടായാലും
നമ്മളതിന് കുറവുകൾ നമ്മൾ വേദിയിൽ കയറി തന്നെ തീരുള്ളൂ. നമ്മൾ പറയില്ലേ സൈക്കിൾ ചവിട്ട് പഠിക്കാൻ സൈക്കിളിൽ കയറാണ്ട് സൈക്കിൾ ചവിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പൊ സൈക്കിളിൽ കയറുമ്പോൾ എന്തുണ്ടാവും? കുറച്ച് വീഴ്ചകളുണ്ടാവും അല്ലേ? അങ്ങനെയാണ് സൈക്കിൾ ചവിട്ട് പഠിച്ചവര് വീഴാതെ പഠിച്ചവര് ആരും ഉണ്ടാവില്ല. അപ്പൊ ആ വീഴ്ചകൾ തുടക്കത്തിൽ എല്ലാവർക്കും കൊച്ചു കൊച്ചു വീഴ്ചകൾ ഉണ്ടാകും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആ വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് നമ്മളുടെ കുറവുകൾ പരിഹരിച്ച് ഇനി നമ്മൾ എവിടെയാണ്, നമ്മളുടെ ശ്രുതിയാണോ താളമാണോ അതോ സംഗതികളാണോ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ മോഡുലേഷനാണോ അല്ലെങ്കിൽ മൈക്ക് പിടിക്കുന്ന പോലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 4ാമത്തെ വയസ്സിൽ നമ്മളെ എല്ലാവരും വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു.